ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ, IPRലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ തുടർച്ചയാണ്. ലോകമെമ്പാടുമുള്ള പലരും അമാനുഷിക ശക്തികൾ, ശാപങ്ങൾ, ആചാരങ്ങൾ എന്നിവയിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസങ്ങൾ മിക്കവാറും എല്ലാ സംസ്കാരത്തിലും മതത്തിലും ചരിത്ര കാലഘട്ടത്തിലും കാണപ്പെടുന്നു. എന്നിരുന്നാലും യഥാർത്ഥ ആത്മീയ പാരമ്പര്യങ്ങൾക്കൊപ്പം മാന്ത്രിക വിദ്യ, നിഗൂഢ ശക്തികൾ, ദിവ്യ അധികാരം എന്നിവയുടെ പേരിൽ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃത്രിമത്വം, അന്ധവിശ്വാസം, വഞ്ചന എന്നിവയുടെ ഒരു വലിയ വ്യവസായവും നടക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പതിവായി ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ അപൂർവമായി വിശദീകരിക്കപ്പെടുന്നതുമായ നിരവധി വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കും. വിവിധ പാരമ്പര്യങ്ങളിൽ അവകാശപ്പെടുന്ന മാന്ത്രിക ആചാരങ്ങൾ, നിഗൂഢ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ, പൈശാചിക ആചാരപരമായ ആരോപണങ്ങൾ, ചാത്തൻ സേവ, ഈ സമ്പ്രദായങ്ങളിൽ എത്രയെണ്ണം ആളുകളെ വൈകാരികമായും മാനസികമായും സാമ്പത്തികമായും കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ യുക്തിസഹമായ ചിന്ത, നിയമപരമായ അവബോധം, ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. മാന്ത്രിക വിദ്യ എന്ന പദം സമൂഹം ഉപയോഗിക്കുന്ന ഒരു പൊതു ലേബലാണ്. കൃത്യമായ ശാസ്ത്രീയമോ മതപരമോ ആയ പദമല്ല. മിക്ക സന്ദർഭങ്ങളിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ആളുകളെ നിയന്ത്രിക്കാനോ ഭാഗ്യം കൈകാര്യം ചെയ്യാനോ അധികാരം നേടാനോ അമാനുഷിക ശക്തികളെ ഉപയോഗിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സമ്പ്രദായങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. വിവിധ സംസ്കാരങ്ങളിലുടനീളം മാന്ത്രിക വിദ്യയെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. മാന്ത്രിക വിദ്യ, മന്ത്രവാദം, നിഗൂഢ ആചാരങ്ങൾ, ശാപ മാന്ത്രികത, ആത്മാവിൻ്റെ ആഹ്വാനം തുടങ്ങിയ നിരവധി പേരുകൾ. എന്നാൽ ഈ അവകാശവാദങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മിക്ക കേസുകളും 3 വിഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു. സാംസ്കാരിക വിശ്വാസ സംവിധാനങ്ങൾ, മനഃശാസ്ത്രപരമായ നിർദ്ദേശവും ഭയവും, വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളുടെ മനഃപൂർവമായ വഞ്ചന എന്നിവയാണ് അവ. ഭയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആരെങ്കിലും തങ്ങളെ ശപിച്ചിട്ടുണ്ടെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഓരോ നിഷേധാത്മക സംഭവവും ആ ശാപത്തിൻ്റെ തെളിവായി അനുഭവപ്പെടാൻ തുടങ്ങും. എല്ലാ മതത്തിനും സംസ്കാരത്തിനും നിഗൂഢ ആചാരങ്ങളുടെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ മുഖ്യധാര മതപഠനങ്ങൾ സാധാരണയായി അത്തരം പ്രവർത്തനങ്ങളെ അപലപിക്കുന്നു. ആളുകൾ സാധാരണയായി വിശ്വസിക്കുന്നത് പോലെ മാന്ത്രിക വിദ്യ എന്ന് വിളിക്കപ്പെടുന്നത് വിവിധ മതപരമായ ആചാരങ്ങളുമായി, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ ചർച്ച ഒരു മതത്തിനും എതിരല്ല.
എല്ലാ പ്രധാന മതങ്ങളും അടിസ്ഥാനപരമായി ദോഷവും കൃത്രിമത്വവും ചൂഷണവും നിരുത്സാഹപ്പെടുത്തുന്നു. മതത്തിൻ്റെ പേരിൽ ചില ആചാരങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു, ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നു എന്നതാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ഹിന്ദു ആചാരങ്ങളും ദുരുപയോഗ വിവരണവും. ഇന്ത്യയിൽ ആളുകൾ മാന്ത്രിക വിദ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും മനസ്സിൽ വരുന്ന ആദ്യ കാര്യം ചില ഹിന്ദു ആചാരങ്ങളാണ്. തന്ത്രം, അഘോരി ആചാരങ്ങൾ അല്ലെങ്കിൽ ശ്മശാനങ്ങളിൽ നടക്കുന്ന ആചാരങ്ങൾ. എന്നാൽ പലരും മനസ്സിലാക്കുന്നതിൽ നിന്ന് പരാജയപ്പെടുന്നത് തന്ത്രം പോലുള്ള പരമ്പരാഗത ഹിന്ദു ആത്മീയ സംവിധാനങ്ങൾ ഒരിക്കലും ദോഷം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയായിരുന്നില്ല എന്നതാണ്. തന്ത്രം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഊർജം, ബോധം, വിമോചനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഴത്തിലുള്ള ദാർശനികവും ആത്മീയവുമായ പരിശീലനമാണ്. എന്നിരുന്നാലും കാലക്രമേണ ചില പ്രാക്ടീഷണർമാർ ഈ രീതികൾ ദുരുപയോഗം ചെയ്യാനോ പുനർവ്യാഖ്യാനം ചെയ്യാനോ തുടങ്ങി. ചിഹ്നങ്ങൾ, മന്ത്രങ്ങൾ, വഴിപാടുകൾ, ഒറ്റപ്പെടൽ എന്നിവ ഉൾപ്പെടുന്ന ആചാരങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിനോ ദോഷം വരുത്തുന്നതിനോ അമാനുഷിക ശക്തികളെ പ്രേരിപ്പിക്കുന്നതിനോ ഉള്ള ഉപകരണങ്ങളായി ചിത്രീകരിക്കാൻ തുടങ്ങി. സത്യമെന്തെന്നാൽ ഇത് ഹിന്ദു മാന്ത്രിക വിദ്യയായി പ്രചരിക്കപ്പെടുന്നവയിൽ ഭൂരിഭാഗവും അതിശയോക്തിപരമോ നാടകീയമോ അല്ലെങ്കിൽ പൂർണ്ണമായും കെട്ടിച്ചമച്ചതോ ആണ്. പല കേസുകളിലും അത്തരം ആചാരങ്ങൾ നടത്താൻ അവകാശപ്പെടുന്ന വ്യക്തികൾ പണമോ സ്വാധീനമോ നേടുന്നതിനായി ഭയവും സാംസ്കാരിക പരിചയവും ചൂഷണം ചെയ്യുന്നു. ശ്മശാനങ്ങൾ സന്ദർശിക്കുകയോ ചാരം ഉപയോഗിക്കുകയോ പോലുള്ള സമ്പ്രദായങ്ങൾക്ക് പോലും ചില പാരമ്പര്യങ്ങളിൽ പ്രതീകാത്മകമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ പലപ്പോഴും ആ അർത്ഥം ഇല്ലാതാക്കുകയും അതിനെ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥ പറച്ചിൽ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ നാം കാണുന്നത് മതമല്ല, മറിച്ച് വളച്ചൊടിക്കലാണ്. ഇപ്പോൾ നമുക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് നോക്കാം. അത് പലപ്പോഴും ജിൻ, സിഹർ തുടങ്ങിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആളുകൾ സാധാരണയായി മാന്ത്രിക വിദ്യ എന്ന് വിളിക്കുന്നു. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ സിഹർ നിലവിലുണ്ടെന്ന് അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് പ്രയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ പാപമായി കണക്കാക്കപ്പെടുന്നു. ജിന്നിനെക്കുറിച്ചുള്ള ആശയവും പലപ്പോഴും ജനപ്രിയ സംസ്കാരവും സോഷ്യൽ മീഡിയയും അവയെ ഭയത്തിൻ്റെ ഉപകരണങ്ങളായി പരിവർത്തനം ചെയ്തു. അവ നിയന്ത്രിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അയക്കാനോ വ്യക്തിപരമായ നേട്ടത്തിനായി കൈകാര്യം ചെയ്യാനോ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ കിടക്കുന്നത്. ആധികാരികമായ ഇസ്ലാമിക പഠിപ്പിക്കലുകൾ പ്രാർത്ഥന, ധാർമ്മിക പെരുമാറ്റം, ദൈവത്തെ ആശ്രയിക്കൽ എന്നിവയുടെ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്നു. മറഞ്ഞിരിക്കുന്ന ശക്തികളെ ഭയപ്പെടുത്തുകയോ പരിശീലകർ എന്ന് വിളിക്കപ്പെടുന്നവരെ ആശ്രയിക്കുകയോ ചെയ്യരുത്. നിർഭാഗ്യവശാൽ സ്വയം പ്രഖ്യാപിത ചികിത്സകൾ അല്ലെങ്കിൽ വിദഗ്ധർ തങ്ങൾ ആക്രമണത്തിലോ സ്വാധീനത്തിലോ ആണെന്ന് ദുർബലരായ ആളുകളെ ബോധ്യപ്പെടുത്താൻ മതപരമായ വാക്യങ്ങളോ ആചാരങ്ങളോ ചിഹ്നങ്ങളോ ദുരുപയോഗം ചെയ്യുന്നു. ഇത് മാനസിക ദുരിതത്തിലേക്കും സാമ്പത്തിക ചൂഷണത്തിലേക്കും നയിക്കുന്നു. വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഇസ്ലാം ദോഷം നിരോധിക്കുകയും കൃത്രിമത്വം നിരോധിക്കുകയും അന്ധവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭയത്തെ ശക്തമായി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസങ്ങൾ. ക്രിസ്തീയ സന്ദർഭങ്ങളിൽ മാന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും
മന്ത്രവാദം, പൈശാചിക സ്വാധീനം, ഭൂതോച്ചാടനത്തിനെ ചുറ്റിപ്പറ്റിയാണ്. ക്രിസ്തീയ പഠിപ്പിക്കലുകൾ തിന്മയുടെ നിലനിൽപ്പിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭൂതോച്ചാടനം പോലുള്ള ആചാരങ്ങൾ വളരെ നിയന്ത്രിതവും അപൂർവവും കർശനമായ മതപരമായ അധികാരത്തിന് കീഴിൽ മാത്രം നടത്തപ്പെടുന്നതുമാണ്. ആകസ്മികമായോ വാണിജ്യപരമായോ നടത്തപ്പെടുന്ന ഒന്നല്ല. എന്നിരുന്നാലും മാധ്യമങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഈ ആശയങ്ങളെ സംവേദനാത്മകമാക്കി ഹൊറർ സിനിമകൾ, വൈറൽ വീഡിയോകൾ, നാടകീയമായ സാക്ഷ്യപത്രങ്ങൾ എന്നിവ കൈവശപ്പെടുത്തൽ, ശാപങ്ങൾ, അമാനുഷിക ആക്രമണങ്ങൾ എന്നിവ വ്യാപകവും നിരന്തരവുമായ ഭീഷണികളാണെന്ന ധാരണ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് അപകടകരമായ ഒരു പ്രവണതയിലേക്ക് നയിച്ചു. ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പരാജയങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ സംഘർഷങ്ങൾ എന്നിവ മാന്ത്രിക ആക്രമണങ്ങൾക്ക് കാരണമാകുന്നു. ക്രിസ്തീയ സിദ്ധാന്തം അതിൻ്റെ കാതൽ, വിശ്വാസം, പ്രാർത്ഥന, ധാർമ്മിക ജീവിതം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. മറഞ്ഞിരിക്കുന്ന ശക്തികളെക്കുറിച്ചുള്ള ഭയമോ അമാനുഷിക നിയന്ത്രണം അവകാശപ്പെടുന്ന ഇടനിലക്കാരെ ആശ്രയിക്കുന്നതോ അല്ല. എല്ലാ പ്രധാന മതങ്ങളും, ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം, അവയുടെ കാതൽ, സമാധാനം, ധാർമ്മികത, ഉത്തരവാദിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. അവരാരും ഉപദ്രവം, കൃത്രിമത്വം, ചൂഷണം എന്നിവയെ പിന്തുണയ്ക്കുന്നില്ല. ഇന്നത്തെ യഥാർത്ഥ അപകടം മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഭയം സൃഷ്ടിക്കുന്നതും ആളുകളെ നിയന്ത്രിക്കുന്നതിനുമുള്ള വിശ്വാസ സംവിധാനങ്ങളുടെ ദുരുപയോഗമാണ്. ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. സോഷ്യൽ മീഡിയയുടെ പങ്ക് ഇന്ന് തെറ്റായ വിവരങ്ങൾ സത്യത്തേക്കാൾ വേഗത്തിൽ വ്യാപിപ്പിക്കുന്നു. ഹ്രസ്വ വീഡിയോകൾ, നാടകീയ കഥ പറച്ചിൽ, വൈകാരികമായ ഉള്ളടക്കം എന്നിവ വൈറലാകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ അവകാശപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം. ഈ വീഡിയോകൾ അപൂർവമായി മാത്രമേ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുകയുള്ളൂ. പകരം അവർ ഭയം, ഉപദേശം, മാനസിക സ്വാധീനം എന്നിവയെ ആശ്രയിക്കുന്നു. ശക്തമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തെ സോഷ്യൽ മീഡിയ അൽഗോരിതം പ്രോത്സാഹിപ്പിക്കുന്നു. ഭയത്തേക്കാൾ കൂടുതൽ പ്രതികരണത്തെ ഒന്നും പ്രേരിപ്പിക്കുന്നില്ല. സ്ഥിരീകരണ പക്ഷപാതമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ആരെങ്കിലും ഇതിനകം ഉത്കണ്ഠാകുലരാവുകയോ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുമ്പോൾ അമാനുഷികമായ എന്തെങ്കിലും തങ്ങളെ ബാധിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ തുടർച്ചയായി സമാനമായ ഉള്ളടക്കം കാണിച്ച് ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ഭയം സ്വയം നിലനിൽക്കുന്ന ഒരു ചക്രം ഇത് സൃഷ്ടിക്കുന്നു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇത് ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല, ഇത് ഒരു നിയമപരമായ പ്രശ്നമായി മാറുമെന്ന് ഞാൻ ഊന്നിപ്പറയാം. പല കേസുകളിലും വഞ്ചന, ബലപ്രയോഗം, ദുരുപയോഗം എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം മാന്ത്രിക വിദ്യയുടെയോ ആത്മീയ ഇടപെടലിൻ്റെയോ പേരിൽ ന്യായീകരിക്കപ്പെടുന്നു. മാനസിക ഘടകങ്ങളായ സമ്മർദ്ദം, ഉത്കണ്ഠ, നിർദ്ദേശം, ആഘാതം എന്നിവയിലൂടെ ആളുകൾ മാന്ത്രിക വിദ്യയ്ക്ക് കാരണമാകുന്ന നിരവധി അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ വിശദീകരിക്കാനാകും. ഒരു വ്യക്തിയോടെ അവർ ചില നെഗറ്റീവ് സ്വാധീനത്തിലാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അവർക്ക് യഥാർത്ഥ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങിയേക്കാം. ഭയം, ഉറക്കത്തകരാറുകൾ, മാനസിക വിഭ്രാന്തി ഇത് അമാനുഷികമല്ല, ഇത് മനഃശാസ്ത്രപരമായ അവസ്ഥയാണ്. കുടുംബങ്ങളും സമൂഹങ്ങളും ചിലപ്പോൾ ഈ വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുകയും
വ്യക്തികൾക്ക് യുക്തിസഹമായ വിശദീകരണങ്ങളോ പ്രൊഫഷണൽ സഹായമോ തേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും രഹസ്യ ആചാരങ്ങൾ നടത്തുമെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾക്ക് ലിഖിത വാക്യങ്ങൾ, താലിസ്മനുകൾ, സംഖ്യകൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭാഗങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കാം. ചില പരിശീലകർ ആത്മാക്കളെ നിയന്ത്രിക്കുകയോ ശാപങ്ങൾ അയക്കുകയോ ബന്ധങ്ങളെയും സമ്പത്തിനെയും സ്വാധീനിക്കുകയോ ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്നു. ഉദാഹരണത്തിന്, ഈ വസ്തുക്കളിൽ മതപരമായ വാക്യങ്ങൾ, ചിഹ്നങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ കോഡ് ചെയ്ത എഴുത്ത് എന്നിവ അടങ്ങിയിരിക്കാം. ഈ വസ്തുക്കൾക്ക് തിന്മയിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാനോ മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ കഴിയുമെന്ന് ആളുകളോട് പലപ്പോഴും പറയാറുണ്ട്. എന്നിരുന്നാലും പല കേസുകളിലും ഈ സമ്പ്രദായങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെട്ട സേവനങ്ങളാണ്. അവിടെ പരിശീലകൻ വലിയ തുക ഈടാക്കുന്നു. ശാപങ്ങളോ ശത്രുക്കളോ നീക്കം ചെയ്യാൻ കൂടുതൽ ആചാരങ്ങൾ ആവശ്യമാണെന്ന് ക്രമേണ ഇരയെ ബോധ്യപ്പെടുത്തുന്നു. ഭയം കുടുങ്ങിക്കിടക്കുന്നതിനാൽ ഇരകൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പോലും ചെലവഴിക്കാം. ആചാരങ്ങൾക്ക് ശക്തമായ മാനസിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. തങ്ങൾക്കെതിരെ ഒരു ആചാരം നടന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുമ്പോൾ അവർക്ക് സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കത്തകരാറുകൾ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി എന്നിവ അനുഭവപ്പെടാൻ തുടങ്ങും. ഈ ലക്ഷണങ്ങൾ മാന്ത്രികവിദ്യ പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസം സ്ഥിരീകരിക്കുന്നതായി കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ചിലപ്പോൾ നിർദ്ദേശം, ഭയം, കണ്ടീഷനിങ്, പ്ലേസിബോ അല്ലെങ്കിൽ നെസോബോ ഇഫക്റ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സ് വളരെ ശക്തമാണ്. ഭയത്തിന് മാത്രമേ ശാരീരിക ലക്ഷണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ. ചിഹ്നങ്ങൾ പലപ്പോഴും നിഗൂഢ വിശ്വാസമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും സാധാരണയായി ചർച്ച ചെയ്യപ്പെടുന്ന ചില ചിഹ്നങ്ങളിൽ വിപരീത നക്ഷത്രങ്ങൾ, നിഗൂഢമായ കൈ ചിഹ്നങ്ങൾ, ആചാരമായ വൃത്തങ്ങൾ അല്ലെങ്കിൽ കോഡ് ചെയ്ത സംഖ്യകൾ എന്നിവ ഉൾപ്പെടുന്നു. ആധുനിക കാലത്ത് ലോകനേതാക്കൾ, സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ശക്തമായ സംഘടനകൾ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ആശയവിനിമയം നടത്താൻ രഹസ്യ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നിരവധി സിദ്ധാന്തങ്ങൾ ഇൻ്റർനെറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുമ്പോൾ പല ചിഹ്നങ്ങളും യഥാർത്ഥത്തിൽ ഒന്നിലധികം ചരിത്രപരമായ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നു. ആധുനിക ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിഗൂഢ ആചാരങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന മതപരമോ കലാപരമോ സാംസ്കാരികപരമോ ആയ ചിഹ്നങ്ങളാണ് അവയിൽ ചിലത്. ഉദാഹരണത്തിന്, ലോകമെമ്പാടുമുള്ള വാസ്തുവിദ്യ, മതപരമായ കല, സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്നിവയിൽ ജ്യാമിതീയ രൂപങ്ങൾ, നക്ഷത്രങ്ങൾ, പുരാതന ചിഹ്നങ്ങൾ എന്നിവ പ്രത്യക്ഷപ്പെടുന്നു. തെറ്റായ വ്യാഖ്യാനത്തിന് സാധാരണ ചിഹ്നങ്ങളെ രഹസ്യ ആചാരങ്ങളുടെ തെളിവുകളുമായി എളുപ്പത്തിൽ മാറ്റാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു. പ്രശസ്ത വ്യക്തികൾ രഹസ്യമായി മറഞ്ഞിരിക്കുന്ന ആരാധനകളിലോ നിഗൂഢ ഗ്രൂപ്പുകളിലോ പെട്ടവരാണെന്ന ആശയമാണ് ഓൺലൈനിൽ വളരെ പ്രചാരമുള്ള ഒരു വിഷയം. സെലിബ്രിറ്റികൾ കൈ ആംഗ്യങ്ങൾ കാണിക്കുകയോ ചില ചിഹ്നങ്ങൾ ധരിക്കുകയോ അസാധാരണമായ പ്രകടനങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്ന ഫോട്ടോകൾ ചിലപ്പോൾ രഹസ്യ ആചാരങ്ങളുടെ തെളിവായി അവതരിപ്പിക്കപ്പെടുന്നു. സ്ഥിരീകരിച്ച തെളിവുകളില്ലാതെ ഈ ചിഹ്നങ്ങൾ നിഗൂഢ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം തെളിയിക്കുന്നുവെന്ന് കരുതുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് വൈറൽ അവകാശവാദങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് വിമർശനാത്മക ചിന്തയും വസ്തുതാ പരിശോധനയും അനിവാര്യമാക്കുന്നത്. പല രാജ്യങ്ങളിലും പൈശാചിക ആചാരങ്ങൾ അല്ലെങ്കിൽ
പിശാചുക്കളുടെ ആരാധന സംഘങ്ങളെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. ഈ അവകാശവാദങ്ങൾ പലപ്പോഴും രഹസ്യ ഒത്തുചേരലുകൾ, പ്രതീകാത്മക ചടങ്ങുകൾ അല്ലെങ്കിൽ നിഗൂഢ ശക്തികളെ പ്രേരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ച് കഥകൾ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും പല സ്ഥലങ്ങളിലെയും നിയമനിർവഹണ അന്വേഷണങ്ങൾ ഈ അവകാശവാദങ്ങളിൽ ഭൂരിഭാഗവും സംഘടിതമായ ഗൂഢാലോചനകളേക്കാൾ അതിശയോക്തിപരമായ കിംവദന്തികളെയോ ധാർമ്മിക പരിഭ്രാന്തിയെയോ ആണെന്ന് കണ്ടെത്തി. അസാധാരണമായ ഗ്രൂപ്പുകൾ നിലവിലില്ല എന്നല്ല അതിനർത്ഥം. ചെറിയ സംഘങ്ങൾ ചിലപ്പോൾ ബദൽ വിശ്വാസ സമ്പ്രദായങ്ങളെയോ പ്രതീകാത്മക ആചാരങ്ങളെയോ നടത്തുന്നു. എന്നാൽ മാധ്യമവാർത്തകൾ പലപ്പോഴും അത്തരം പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെ അതിശയോക്തിപരമാക്കുന്ന ഭയവും സംവേദനക്ഷമതയും സൃഷ്ടിക്കും. നിഗൂഢ ചർച്ചകളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഷയം ചില മതപാരമ്പര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്രിസ്തുവിരുദ്ധ ആശയമാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഈ ആശയത്തെ വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കുന്നു. ചിലർ ഇതിനെ ദുഷിച്ച നേതൃത്വത്തിനോ ധാർമ്മിക അഴിമതിക്കോ എതിരായ പ്രതീകാത്മക മുന്നറിയിപ്പായി കാണുമ്പോൾ, മറ്റുള്ളവർ അതിനെ അക്ഷരാർത്ഥത്തിൽ ഭാവിയിലെ ഒരു വ്യക്തിയായി വ്യാഖ്യാനിക്കുന്നു. ചരിത്രത്തിലുടനീളം സാമൂഹിക ഭയത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ സമയങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കളും ക്രിസ്തു വിരുദ്ധരാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ആഖ്യാനങ്ങളിൽ മതപരമായ പ്രവചനങ്ങൾ ചിലപ്പോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ ആരോപണങ്ങൾ കാണിക്കുന്നു. ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നാടോടി പാരമ്പര്യങ്ങളിൽ, ചാത്തൻ പോലുള്ള ഘടകങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചും കഥകളുണ്ട്. ഈ സമ്പ്രദായങ്ങൾ പ്രാദേശിക സാംസ്കാരിക ചരിത്രവുമായി വിശ്വാസ സംവിധാനങ്ങളുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ആധുനിക കാലത്ത് ചില വ്യക്തികൾ അമാനുഷിക ശക്തികൾ അവകാശപ്പെടാനോ പണത്തിനായി ആചാരപരമായ സേവനങ്ങൾ നൽകാനോ ഈ പാരമ്പര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് സഹായം തേടുന്ന ആളുകളോട് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ആത്മാക്കളാണ് ഉത്തരവാദിയെന്നും അവ നീക്കം ചെയ്യാൻ പ്രത്യേക ആചാരങ്ങൾ ആവശ്യമാണെന്നും പറഞ്ഞേക്കാം. പല കേസുകളിലും ഇത് ആശ്രിതത്വത്തിൻ്റെ ഒരു ചക്രമായി മാറിയേക്കാം. അവിടെ വ്യക്തി കൂടുതൽ ആചാരങ്ങൾക്കും പേയ്മെൻറ്റുകൾക്കുമായി നിർബന്ധിതരാകും. എന്തുകൊണ്ടാണ് ആളുകൾ മാന്ത്രിക വിദ്യയിൽ വിശ്വസിക്കുന്നത്? സമൂഹത്തിലുടനീളം മാന്ത്രിക വിദ്യയിലുള്ള വിശ്വാസം തുടരുന്നത് നിരവധി കാരണങ്ങളുണ്ട്. മനുഷ്യർ സ്വാഭാവികമായും നിർഭാഗ്യത്തിന് വിശദീകരണങ്ങൾ തേടുന്നു. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അസുഖം, സാമ്പത്തിക നഷ്ടം, ബന്ധങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ, അമാനുഷിക മാർഗങ്ങളിലൂടെ ആരെയെങ്കിലും പ്രശ്നമുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നത് വൈകാരികമായി എളുപ്പമായിരിക്കും. കൂടാതെ മാന്ത്രിക വിദ്യയെക്കുറിച്ചുള്ള കഥകൾ പലപ്പോഴും നാടകീയവും നിഗൂഢവുമാണ്. ഇത് വാക്കുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വേഗത്തിൽ പ്രചരിപ്പിക്കുന്നു. നിയമപരവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചില കേസുകളിൽ മാന്ത്രിക വിദ്യയുടെ ആരോപണങ്ങൾ ഉപദ്രവം, അക്രമം, കൊലപാതകങ്ങൾ എന്നിവയുൾപ്പെടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ചൂഷണത്തിനും മന്ത്രവാദ വേട്ടയ്ക്കും എതിരെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിയമപരമായ കാഴ്ചപ്പാടിൽ ആളുകളെ വഞ്ചിക്കാനോ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനോ അമാനുഷിക അധികാരങ്ങൾ അവകാശപ്പെടുന്ന ആർക്കും വഞ്ചന, ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മാന്ത്രിക വിദ്യയിലുള്ള വിശ്വാസം ചൂഷണം ചെയ്യുന്ന ആളുകൾ പലപ്പോഴും സമാനമായ തന്ത്രങ്ങൾ പിന്തുടരുന്നു.
ഒരു ശാപം ഉണ്ടെന്ന് ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തിയാണ് അവർ ആരംഭിക്കുന്നത്. ഈ പ്രക്രിയ സങ്കീർണമാണെന്നും ഒന്നിലധികം ചടങ്ങുകൾ, പ്രത്യേക സാമഗ്രികൾ അല്ലെങ്കിൽ പേയ്മെൻറ്റുകൾ ആവശ്യമാണെന്നും ഇരയോട് പറയുന്നു. ക്രമേണ ഇര പ്രാക്ടീഷണറെ ആശ്രയിക്കുകയും പണം നൽകുന്നത് തുടരുകയും ചെയ്യുന്നു. ഈ രീതി പല സംസ്കാരങ്ങളിലും സാധാരണമാണ്. ശാപങ്ങളെക്കുറിച്ചോ അമാനുഷിക ആക്രമണങ്ങളെക്കുറിച്ചോ ഉള്ള അവകാശവാദങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് യുക്തിസഹമായ വിശദീകരണങ്ങൾ പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.